ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജന. എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജന. തന്നിതോ നിന്നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനം. തന്നിതോ നിന്നീതിയും ദിവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ പ്രഭാത വന്ദനം, സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ അപ്പോസ്തലൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, സ്വന്തം കുടുംബത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുവാൻ, അതെങ്ങനെയായിരിക്കണമെന്നുള്ള ദൈവിക ആലോചന നൽകുവാനാണ് ഇതുവരെയുള്ള വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ശ്രമിച്ചത്. തുടർന്നുള്ള വേദഭാഗത്ത് ഇതിനപ്പുറത്തുള്ള ജീവിതത്തിന് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ അറിവ്, അതിൽ വിശ്വാസികൾ എവിടെയായിരിക്കും, അതോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളാണ് ഇനിയുള്ള ഭാഗത്ത്, ഈ 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളോട് ദൈവമക്കളോടുള്ളതായ പ്രബോധനമാണ്. മാത്രമല്ല പൗലോസിന്റെ ആഗ്രഹം, പൗലോസിന്റെ കൂടെയുള്ളവരുടെയും ആഗ്രഹം പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇത് പൗലോസിന്റെയും മാത്രമല്ല, ദൈവാത്മാവിന് ദൈവജനത്തെക്കുറിച്ചുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവം എന്താണ് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് പറയാനുള്ളത്, അതാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കുന്ന ഒരു ജീവൻ നയിക്കുക. എപ്പോൾ? മരണത്തിന്റെ സമയത്ത് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കുക. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. തെസ്സലോനിക്ക വിശ്വാസികൾക്കൊരു പ്രത്യാശയുണ്ട്. അതാണ് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ അവരെ സഹായിക്കുന്ന കാര്യം. മരണം ദുഃഖത്തിന്റെ വേളയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ദുഃഖത്തിൻ്റെതായ അനുഭവം ഉണ്ടാകുക സ്വാഭാവികമാണ്. വേർപാട് ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വേർപാട് ദുഃഖകരമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത നിങ്ങളോട് പറയട്ടെ. ആദമും ഹവ്വയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച്, ആ ദൈവത്തോടുള്ള സാമീപ്യത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് പോയപ്പോൾ, അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ എത്ര വേദന ഉണ്ടായി കാണും, എത്ര ദുഃഖം ഉണ്ടായി കാണും എന്നുള്ളത് നാം മനസ്സിലാക്കണം. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ട് എന്നേക്കുമുള്ള നിത്യനരകത്തിൽ പോകുമ്പോൾ അതും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. ദൈവം എത്ര വലിയ രക്ഷ ഒരുക്കിയിട്ടും തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി, ആ ക്രൂസിൽ കർത്താവിനെ യാഗമാക്കി, കർത്താവിന്റെ അവസാനത്തുള്ള രക്തം വരെയും കർത്താവ് നൽകി, ശിക്ഷയെല്ലാം അനുഭവിച്ച് സകലവും നിവൃത്തിയാക്കി രക്ഷ ഒരുക്കിയിട്ടും മനുഷ്യൻ നരകത്തിൽ പോകുന്നത് ദൈവത്തിന്റെ ഹൃദയത്തെ എത്ര ദുഃഖിപ്പിക്കുന്നതാണ്. വേർപാട് ദുഃഖകരമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖത്തെ അതിജീവിക്കുന്നത് പ്രത്യാശ കൊണ്ടാണ്. എന്താണ് പ്രത്യാശ? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് പ്രത്യാശ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ആ പ്രത്യാശ,
ആ പ്രത്യാശ എന്താണ് എന്ന് പൗലോസ് പറയുകയാണ്. ആ പ്രത്യാശയുടെ അടിസ്ഥാനം വിശ്വാസികൾ നിദ്ര കൊള്ളുന്നവരാണ് എന്നാണ്. വിശ്വാസികളുടെ മരണത്തെ ഇവിടെ നിദ്രയെന്നാണ്. മാത്രമല്ല എല്ലാവരും നിദ്ര കൊള്ളുകയുണ്ട്. അർത്ഥത്തിൽ എല്ലാവർക്കും ഉയർപ്പുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനം, പിന്നീട് രണ്ടാമത്തെ പുനരുത്ഥാനം, ഇങ്ങനെ പുനരുത്ഥാനമുണ്ട്. വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാം പുനരുത്ഥാനമുണ്ട്. ഒരർത്ഥത്തിൽ എല്ലാവരും നിദ്ര കൊള്ളുകയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിദ്ര എന്ന് പറയുന്നത് അത് പ്രയത്നങ്ങൾ എന്നുള്ള വിശ്രമമാണ്. നാം വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്ന നമുക്കറിയാം, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പോൾ ഈ നിദ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ആളുകൾക്ക് ആ പ്രയത്നങ്ങളിൽ ഒരു വിശ്രമമാണ്. പിന്നീട് ഒരു പ്രഭാതം വരും, പുനരുത്ഥാനത്തിന്റെ പൊൻപുലരി വരും, അവർ ഉയർത്തു നിൽക്കും. മാത്രമല്ല അവർ ആ പകൽ മുഴുവൻ അധ്വാനിച്ച പ്രയത്നം പിന്നെ നിലനിൽക്കുകയാണ്. അതാണ് പറയുന്നത്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. പുനരുത്ഥാനത്തിന് ശേഷവും ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നാം ചെയ്ത പ്രവൃത്തികൾ, കർത്താവിന് വേണ്ടി നാം കൊടുത്ത പണം, കർത്താവിന് വേണ്ടി നാം അധ്വാനിച്ച അധ്വാനം, അതൊന്ന് നഷ്ടമായി പോകുന്നില്ല. പുനരുത്ഥാനത്തിന് ശേഷവും അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ അനുഗ്രഹം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നാം കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരണം. പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ യേശു കർത്താവ് ഉയർത്തു നിൽക്കും, വിശ്വാസികൾ ഉയർത്തു നിൽക്കും എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് അത് പറയുന്നുണ്ട്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. പുനരുത്ഥാനമുള്ളത് നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ നമ്മെ ഉത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം ആ പ്രവൃത്തി നിലനിൽക്കുകയാണ്, അതിന്റെ പ്രതിഫലമുള്ളതാണ്. ഇവിടെ പറയുകയാണ് ഒരു നിദ്രയാണ്. എന്തുകൊണ്ടാണ് നിദ്രയായി തീർന്നത്? കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട്. കർത്താവ് പറയുന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, നാം അവനെ ഉണർത്തുവാൻ പോവുകയാണ്. വിശ്വാസിയുടെ മരണം ഒരു നിദ്രയായി തീർന്നതിന്റെ കാരണം കർത്താവ് അവനെ ഉണർത്തുവാൻ വരുന്നു. മാത്രമല്ല കർത്താവ് നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തുന്നേറ്റു. കർത്താവ് ഉയർത്തുന്നേറ്റതുകൊണ്ട് വിശ്വാസിക്ക് ഉയർപ്പുണ്ട്. ഓരോരുത്തൻ താണ്ടാൻ നിലയിൽ എത്ര ആദ്യഫലം ക്രിസ്തു, ഒന്നാമതായിട്ട് ഉയർത്തവർ ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ, അഥവാ കർത്താവിന്റെ വരവെങ്കിൽ ക്രിസ്തുവിൽ കർത്താവ് സഭയെ ചേർക്കാൻ വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാം ഉയർന്നു നിൽക്കും. പിന്നെ അവസാനത്തെ പുനരുത്ഥാനം, അത് വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ആണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ അന്ന് ക്രിസ്തുവിനെ കർത്താവ് നേരിട്ട് പറഞ്ഞിട്ട് നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടും. മാത്രമല്ല ഇത് നിദ്രയായി തീർന്നതിന്റെ കാരണം മനുഷ്യന്റെ മരണം കർത്താവ് ഏറ്റെടുത്തതാണ്. പാപിയായ മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശമ്പളമായ മരണം കർത്താവ് ഏറ്റെടുത്തു. അവിടുന്ന് ക്രൂശിൽ മരിച്ചു, അവിടുന്ന് ആ മരണം അനുഭവിച്ചു, ആ മരണം നീക്കി അവിടുന്ന് ജയം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. കർത്താവ് അത് പറഞ്ഞല്ലോ, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല, അവന് പാപത്തിന്റെ ശമ്പളമായ മരണമില്ല, അവൻ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടത്തില്ല. മാത്രമല്ല അവന് ശാരീരികമായ മരണം ഉണ്ടെങ്കിൽ അത് നിദ്രയാണ്. അവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് മരിക്കാത്തവർ, മരിച്ചാലും ജീവിക്കുന്നവർ, എത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ്. പഴയ നിയമത്തിലും ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ, ഇത് ശരീരത്തിന്റെ നിദ്രയാണ്. ആത്മാവ് കർത്താവിനോടുകൂടെ സജീവമാണ്, ആശ്വസിക്കുകയാണ് എന്ന് നാം വായിക്കുന്നു. എന്നാൽ ശരീരം പൊടിയിൽ നിദ്ര കൊള്ളുകയാണ്, പൊടിയിൽ വിശ്രമിക്കുകയാണ്. പലർ നിത്യജീവനായും ചിലർ നിത്യജീവനായി, അഥവാ രക്ഷിക്കപ്പെട്ട യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ നിത്യജീവനായും, അങ്ങനെ സ്വീകരിക്കാത്തവർ നിത്യലജ്ജയ്ക്കായിട്ടും ഉണരും, ഉയർത്തു നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കൂട്ടത്തിലാ? നിത്യജീവനായിട്ട് നിത്യസന്തോഷത്തിലേക്ക് ഉള്ള കൂട്ടത്തിലെ ഉയർപ്പിലാണോ, അതോ നിത്യലജ്ജയ്ക്ക് നിത്യനരകത്തിലേക്കുള്ള കൂട്ടത്തിലാണോ എന്ന് നാം നിശ്ചയമായിട്ട് തീരുമാനിക്കണം. അങ്ങനെ നിത്യജീവനിലേക്ക് ഉയർത്തുന്നവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ മരണമെന്ന നിദ്ര വരുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യാവുന്ന പ്രവൃത്തി തികച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഭാരമെല്ലാം ചുമന്നവനേ, ഭാരമെന്നെ ജീവിക്കുവാൻ
ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമെന്നാശയിൻ പ്രകാശമേ, ആശിഷം നിൻ